मैं इनकी सताऊंगी, आप चलिए। जी मैम साहब। कोई भी फोन अटेंड नहीं करेंगे। जी मैडम। डोंट अलाउ एनीबॉडी इनसाइड दिस होटल। जी। प्रिंस का कमरा कौन सा है? 210 मैडम। 210। देवलाल, you're under arrest। हम तुम्हें गिरफ्तार करते हैं। क्या? मैंने क्या किया? कितना सोना खरीदा है तुमने? सोना? How much gold have you purchased? Tell me। अरे सोना? कौन सा सोना? तुम्हारी सेठानी की शादी की सोना। सच बोलो सेठ, हमसे मजाक मत करो। Where is the gold? प्रिंस कहाँ है? सोना किधर रखा है? अरे कौन सा सोना? कौन सा राजकुमार? कौन सा प्रिंस? प्रिंस तेरा बाप। अरे बाप रे, मेरा बाप तो 10 साल पहले मर गया। नमस्ते जी। अच्छा जी साहब, मैं एक छोटा सा बिजनेसमैन हूँ। What is your business? दाल, चावल वगैरह वगैरह। You want it? I send it। अरे ये बहुत पुराना मजाक है। सच बोलो, सोना कहाँ छुपा रखा है? बोलो। രാജീവ്, തൊട്ടൽ പൊട്ടും. ഇയാളുടെ ദേഹം മുഴുവൻ പ്രിൻസ് തീറ്റിച്ച നെയ്യാ. തൊട്ടത് ഹൈ ടെൻഷൻ ലൈനിലായിരുന്നു എന്ന് മനസ്സിലാക്കി തന്നതാണ് പ്രിൻസ്. ഡ്യൂട്ടി നിർവഹിച്ചതിനുള്ള കോംപ്ലിമെന്ററി വാണിംഗ്. പ്രിൻസിനെ പോലുള്ള കിങ്ങിനെ തോൽപ്പിക്കാൻ ഡിപ്പാർട്ട്മെന്റ് തുന്നിത്തന്ന ഈ യൂണിഫോമിന് ഇനി ശക്തിയില്ല. വി ആർ ഹെൽപ്ലെസ് ഗൗതം. തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയും ദേഹത്തിട്ടിരിക്കുന്ന കാക്കിയൂരി മഞ്ഞിൽ തെണ്ടുന്ന യാക്കനിട്ട് കൊടുത്താൽ നിങ്ങളെക്കാൾ വീറും ധൈര്യവും കാണും. റിയാക്ട് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ടും കോറും വലിച്ചെറിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇതിനു മുൻപ് പ്രിൻസിനെതിരെ റിയാക്ട് ചെയ്തവരൊക്കെ മഞ്ഞുപാളികൾക്കിടയിൽ ഇപ്പോഴും ചെയ്യാതെ കിടപ്പുണ്ട്. ഡിപ്പാർട്ട്മെന്റിന് നഷ്ടപ്പെട്ടത് അപ്പോയിന്റ്മെന്റുകളിലൂടെ നികത്താവുന്ന കുറെ ഓഫീസേഴ്സ്. പക്ഷേ അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു കാലത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ബന്ധങ്ങളും. ഈ ലോകത്ത് എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഇത്ര ഭയന്ന് പിന്നെ എന്തിനാണ് ഈ ഉദ്യോഗം? ഒഴിവാക്കിക്കൂടെ? ഒഴിവാക്കാം, അത് തന്നെയാണ് എന്റെ തീരുമാനവും. പക്ഷേ ആദ്യം നീ ഒന്ന് സെറ്റിലായി കാണണം, അത്രയും മതി എനിക്ക്. അതുവരെ എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതേപോലെ ഒരു വീട് കെട്ടിയിട്ട് വേണം എനിക്ക് മറിയെ കെട്ടാൻ. അതിനുമുമ്പ് വേറെ ആണുങ്ങൾ കെട്ടിക്കൊണ്ടുപോകും. കരുനാക്ക് വളച്ചു വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. നീ ആരാന്നാ നിന്റെ വിചാരം? നീ വെറും സൽമാനാ. സൽമാൻ ഖാനൊന്നും അല്ല. സൽമാൻ ഖാൻ ആരാൻ തനിക്കറിയോ? ടേബിൾ ടെന്നീസ് കളിക്കാരനല്ലേ? അല്ല, കബഡി. എന്തായാലും കബഡിയിലോട്ട് മാറിക്കളഞ്ഞു. ഇതാ ഇന്ത്യയിലെ കളിക്കാരുടെ കുഴപ്പം. ഒരു കളിയിലും അവർ ഉറച്ചു നിൽക്കില്ല. അല്ല, നിന്റെ തീരുമാനം പറഞ്ഞില്ല. As you wish. മീൻസ് നീ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. बाकी सब मैं देख लूंगी। अब आप जा सकते हैं। मैडम, वेट। लगता है कोई इन्फॉर्मर आए हैं। कहिए, आप मुझे क्या इन्फॉर्मेशन देना चाहते हैं? बताइए। डरिए नहीं, आपको कोई कुछ नहीं करेगा। प्लीज गो। सिट डाउन। ഞാൻ ഇൻഫോർമർ അല്ല. പിന്നെ
I am Major Madhavan. മാധവൻ, അതെ, എന്റെ ഭാര്യയുടെ പേര് ലക്ഷ്മി. എന്റെ മക്കൾ ഗംഗ, ഗൗതം. എന്റെ മുഖത്ത് നീ കാർക്കിച്ചു തുപ്പിയാലും അരുതെന്ന് ഞാൻ പറയില്ല. പതിമൂന്ന് വർഷം ഞാൻ കാശ്മീർ ജയിലിലായിരുന്നു. 13 വർഷം തീഹാർ ജയിലിലും. ഈ മഞ്ഞിൽ ഇനി കയറിക്കിടക്കാൻ ഒരിടം വേണം. എന്താ വേണ്ടത്? റോത്താൻ വാലിയിലേക്ക് പോകാൻ ഞങ്ങൾക്കൊരു പാസ് വേണം. അറിയുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്താലേ പാസ് ഇഷ്യൂ ചെയ്യൂ. മോക്ക് ഈ ഫ്യൂജിറ്റീവിനെ അറിയാം. സമയമുള്ളപ്പോ ഇതൊന്ന് ഒപ്പിട്ട് വെച്ചേക്കണം. बोल, तेरा पति कहाँ है? उसने इंडियन आर्मी को धोखा दिया है। मैं नहीं जानती हूँ वो कहाँ गया है, मुझे नहीं मालूम साहब। तुम जानती हो कहाँ है माधवन? नहीं, उनसे मेरा कोई संबंध नहीं है। मेरे बच्चों को एक ऐसे पिता नहीं है। मुझे नहीं मालूम। झूठ बोल, छोड़ दो, छोड़ दो मेरे बच्चों को। उन्हें कुछ नहीं करना प्लीज, उन्हें कुछ नहीं करना प्लीज। ഇന്നലെ ഞാൻ അച്ഛൻ വന്നോന്ന് സ്വപ്നം കണ്ടു. ഗംഗേ, നീ ഇത് കണ്ടോ? നീ മറക്കണം ആ ജന്തുവിനെ. അയാൾ നമ്മുടെ ആരുമല്ല. അച്ഛനോട് എന്താ പറയേണ്ടത്? ഉത്തരം നെഗറ്റീവ് ആണെങ്കിലും ഞാനത് പറയില്ല. അലഹബാദിലെ ഓർഫനേജിലെ പൊള്ളുന്ന ചൂടിൽ നിന്ന് എന്നെ എടുത്തു വളർത്തിയത് വളർത്തച്ഛനായിട്ടല്ല, അച്ഛനായിട്ടാ. ആ മനസ്സ് നീറുന്നതും കണ്ണ് നിറയുന്നതും കാണാൻ എനിക്ക് വയ്യ. പറയാൻ പറഞ്ഞുകൊണ്ട് പറയാ, വലിയ ഈ മക്കളുടെ മുമ്പിൽ എത്ര ചെറുതാവാനും അച്ഛൻ തയ്യാറാ. അച്ഛനോട് നീ പറയണം ഞാൻ വന്ന് കണ്ടോളാന്ന്. ഗംഗയെ തിരിച്ചു കിട്ടിയപ്പോ ഞാൻ നിന്നെ മറന്നോന്നൊരു സംശയം, അതല്ലേ? എനിക്ക് പേടിയുണ്ട്. എന്തിന്? ഒരു ദിവസം ഞാൻ നിന്നെ ഈ മഞ്ഞിലൂടെ അങ്ങ് തിരിച്ചു നടത്തുമെന്ന്. അലഹബാദിലെ ഓഫനേജിന്റെ മുമ്പിൽ ഇപ്പോഴും ഭയങ്കര ചൂടാ. നീ കരിഞ്ഞു പോകും.
കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായോ? മക്കൾക്ക് വേണ്ടി ഈ മഞ്ഞിൽ വർഷങ്ങളോളം തപസരിക്കാനും അച്ഛൻ തയ്യാറാ. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞതാണ്. കുറ്റിക്കാട്ടിലും പൈൻകാട്ടിലും ഒളിച്ചും പതുങ്ങിയും കള്ളനെ പോലെ വന്നു നിന്ന് മകളെ കാണേണ്ട ഗതികേട് ലോകത്ത് ഈ അച്ഛന് മാത്രമല്ലേ ഉള്ളൂ. കൈ നീട്ടിയാൽ എത്താവുന്ന ദൂരത്ത് വരെ നിന്റെ അടുത്ത് വരാൻ എനിക്ക് പറ്റി. അത് നിന്റെ നല്ല മനസ്സ്. പക്ഷേ മകന്റെ മുന്നിൽ അച്ഛനെ കണ്ടുന്ന് അവനോട് പറയാൻ എനിക്കിപ്പോഴും പറ്റുന്നില്ല. ഇന്നലത്തെ എട്ടും പൊട്ടും തിരിയാത്ത ചെറുക്കനല്ല അവൻ. അവന്റെ മനസ്സിൽ അച്ഛൻ. വേണ്ട, മനസ്സിൽ ഉറച്ചുപോയ വെറുപ്പല്ലേ. ഒറ്റ രാത്രി കൊണ്ട് മഞ്ഞുരുകുന്ന പോലെ ഉരുകില്ല. അച്ഛന്റെ നിഴൽ കണ്ടാൽ വലിച്ചു കീറാൻ കൈധരിക്കുന്ന മകൻ, മകനെ കാണാൻ ഇഷ്ടപ്പെടുന്ന അച്ഛനും. ലഡാക്കിലെ പട്ടാളക്കാർ വലിച്ചിരുന്ന ചുരുട്ടിന്റെ ചൂട് അച്ഛൻ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അവനറിയാം. ബാരക്കിൽ ഒരു ചെന്നായെ പോലെ വായിൽ മനുഷ്യച്ചോരയുമായി വിരളി പിടിച്ചു നടന്ന ഒരു ബീഹാറി മേജറെ അച്ഛൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നെയിൽ പ്ലക്കർ കൊണ്ട് അയാൾ വലിച്ചു പറിച്ചെടുത്ത അമ്മയുടെ കയ്യിലെ 10 നഖങ്ങൾ, അവനെ താലോലിച്ചിരുന്ന കൈകൾ വെട്ടിയെടുത്ത് മഞ്ഞിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടു നിന്നവനവൻ. 5 വയസ്സിൽ കണ്ണീരല്ല, തീയായിരുന്നു അവന്റെ കണ്ണിൽ. Stop it!